വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചാങ്സ് വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വസീം ഷാഫിയാണ്. വാ അനിയത്തി വാ. ഇതാണ് എൻ്റെ അനിയത്തി. നമ്മൾ ഇവൾക്ക് കൊതിയേറ്റ് പാടില്ല കേട്ടോ നമ്മള്, അല്ലേ ഈശ? എന്താ പറ. ഇതാണ് നമ്മുടെ അനിയത്തി. ഇവിടെ ഇരിക്കേശ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ അറിയോ? സ്പെഷ്യൽ ഉമ്മച്ചി ചിക്കൻ ബിരിയാണി. ഉമ്മച്ചിയാണ് നമ്മുടെ ഉണ്ടാക്കാൻ പോണേ. അതിൽ നമുക്ക് നേരെ റെസിപ്പി പോവാം. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട് 3/4 കിലോനോളം ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 6 വലിയ സവാള സ്ലൈസ് സൈസ് കട്ട് ചെയ്തത്, പിന്നെ ഒരു 5 തക്കാളി ഉണ്ട്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനെ ചതച്ച് പേസ്റ്റാക്കിയത്, മല്ലിയില, പുതിന, പിന്നെ ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. ലൈം ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, മസാലക്കൂട്ടുകൾ, പിന്നെ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര്, കോൺഫ്ലോർ. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ബിരിയാണിക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പൈനാപ്പിളിൻ്റെ എസെൻസ് ഉണ്ടെങ്കിൽ എസെൻസ് ചേർക്കാം, അല്ലെങ്കിൽ നമ്മളിവിടെ പൈനാപ്പിളിനെ സ്ലൈസായി കട്ട് ചെയ്തതാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ, പിന്നെ ബിരിയാണിയുടെ മുകളിലിടാനുള്ള നെയ്യ്, പശു നെയ്യ്, അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. പിന്നെ അവസാനം നമ്മൾ ബിരിയാണി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സവോള ഫ്രൈ ചെയ്തിട്ട് ഇടാറുണ്ട്. അപ്പോൾ അതിലേക്ക് സവോളയുണ്ട്, കിസ്മിസും കശുവണ്ടി ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. ഇത്ര ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. പിന്നെ അളവും കാര്യങ്ങളൊക്കെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന നേരത്ത് കാണിക്കാം കേട്ടോ, അത്രയും നല്ലത്. പിന്നെ ഇതിപ്പോൾ ഫസ്റ്റ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോട്ട് 2 സ്പൂണോളം മുളക് പൊടി ആവശ്യമുണ്ട്. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂണോളം അടുത്ത് ഉപ്പ് ആവശ്യമുണ്ടാവും അതിലേക്ക്. പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാല നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ, വീട്ടിൽ പൊടിച്ചതാണ്. പിന്നെ 2 സ്പൂണ് ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്നത്. ലൈം ജ്യൂസ് നമുക്ക് ചിക്കനൊരു സോഫ്റ്റ് ഉണ്ടാവും നമുക്ക് ഉള്ളിൽ കഴിക്കുമ്പോൾ. ഒത്തിരി അരമണിക്കൂറോളം വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഒന്ന് അത്രയും ഉള്ളിലൊന്ന് പിടിക്കുകയും ചെയ്യും. പിന്നെ തൈര് ആഡ് ചെയ്യുന്നുണ്ട്, 2 സ്പൂണോളം തൈര് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെള്ളമില്ലാത്ത തൈരാണ് ഒന്നുകൂടി നല്ലത്. പിന്നെ ആവശ്യമുള്ള നമുക്കൊരു 1 സ്പൂണോളം കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുന്നതെന്ന്. അപ്പോൾ ചിക്കൻ കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് തോന്നും, ഒരു നല്ലൊരു ടേസ്റ്റാണ് കോൺഫ്ലോർ ചേർക്കുമ്പോൾ. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറോളം മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല കേട്ടോ, പുറത്ത് വെച്ചാൽ മതി. പുറത്ത് വെച്ചതിന് ശേഷം അത് നമുക്കൊരു ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി ഫ്രൈ ആവണമെന്നില്ല, ഒരു 3/4 ഭാഗത്തോളം ഒന്ന് ഫ്രൈ ആയിട്ടാൽ മതി. പിന്നെ നമുക്കത് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്നൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടാ, സോറി. പിന്നെ ഒരു പാനിൽ ഇത്തിരി ഓയിൽ ഒഴിച്ച് നമ്മൾ സവോള ബിരിയാണിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സവോള വറുത്ത് കോരണം. അതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും ഇട്ടിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഓയിൽ തന്നെ ചിക്കൻ്റെ ഗ്രേവിക്ക് ആവശ്യമുള്ള സവോള അതിൽ തന്നെ വഴറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റോളം ഇട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച പേസ്റ്റ് അതിലിടാം. തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി ആഡ് ചെയ്തിട്ട് നല്ലോണം മെൽറ്റായി പേസ്റ്റ് പോലെ ആകുമ്പോൾ 2 സ്പൂണ് ഉപ്പ് ആഡ് ചെയ്യണം, സാൾട്ട് ആഡ് ചെയ്യണം. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണിൻ്റെ അടുത്തോളം മുളക് പൊടി ചേർക്കേണ്ടതുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ഗരം മസാല ഒരു 1/2 സ്പൂണ്, പിന്നെ മല്ലിയില കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ പുതിന എന്നൊക്കെ ഇട്ട് നന്നായി ഇളക്കണം. പിന്നെ പൈനാപ്പിൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് പൈനാപ്പിൾ ആഡ് ചെയ്യണം. ഇത്ര ഇൻഗ്രീഡിയൻസും പിന്നെ 2 സ്പൂൺ തൈര് ഒക്കെ ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് അരി തിളയ്ക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് വെള്ളമൊന്നും വേണമെന്നില്ല, കാരണം നമ്മളത് വെള്ളം വടിച്ച് കളഞ്ഞിട്ടാണ്. അപ്പോൾ ആ വെള്ളത്തിലോട്ട് ആവശ്യമുള്ള ലെമൺ ജ്യൂസും ഉപ്പും മസാല കൂട്ടുകളൊക്കെ ഇട്ട് നമ്മൾ ഇത് തിളച്ച് വരുമ്പോൾ അരി അതിലിട്ട് നന്നായി തിളച്ച് കഴിയുമ്പോൾ ഒരു 3/4 വേവാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയണം.
അരി ഊറ്റി കളയുന്ന ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം വടിച്ച് കളയണം. അപ്പോൾ നമ്മളെ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റെപ്പാണിത്. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഒരു ലെയർ വയ്ക്കുക. അതിനുശേഷം ചിക്കൻ മസാല, ചിക്കൻ ഗ്രേവി ഒരു ലെയർ 2 ലെയറാക്കി റൈസും കൂടി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബിരിയാണിയുടെ മുകളിൽ മല്ലിയില കൊണ്ട് ഗാർണിഷ് ചെയ്യുക. പിന്നെ അവസാനം നമ്മൾ സവോള ഫ്രൈ ചെയ്തതും കിസ്മിസും കശുവണ്ടിയും കൂടി ഡെക്കറേറ്റ് ചെയ്യുന്ന. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ വരെ അറിയിക്കുക. ഓക്കെ. ഹലോ ഗായ്സ്, നമ്മുടെ ബിരിയാണി എല്ലാം കഴിച്ച് തീർന്ന്. നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല സൂപ്പർ ആണല്ലേ? നല്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പേട്ട ടേസ്റ്റ്, അത് സമ്മതിക്കണം കേട്ടോ. ഇപ്പൊ ഞങ്ങൾക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഓൺലൈൻ ക്ലാസ് ഉണ്ടായി, അപ്പൊ എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ തന്നെ രാത്രി. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിന്റെ മുമ്പ് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് മുഖ്യമാണ് ബിഗിലേ. പിന്നെ ഷെയർ എല്ലാവർക്കും വെച്ചു കൊടുക്കാം. നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും വെച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കമന്റ് അടിക്കാം. കമന്റ് എന്തെങ്കിലും ആവശ്യമുള്ളത് കമന്റ് അടിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.